പഴത്തിന് കയറ ചാക്കട ഇട്ടോളാം ഞങ്ങൾ ഇട്ടോളാം. ഒരു മെഴുകുതിരി തരുമോ? ഇല്ല. ഓ, ഇനി തീ കൊണ്ട് കളിക്കാത്ത കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയല്ലായി. കളിക്കാനല്ല, പ്രാർത്ഥിക്കാനാ. തിരി ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ മതി. കൊടുത്തില്ല എന്ന് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞോളാം. പറ്റൂല. വെറുതെ തല്ലുകൊള്ളാതെ പോടെ. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഒരു മെഴുകുതിരി തരുമോ? ഞാൻ പുറത്തു വീണു. ആർക്കെങ്കിലും എന്തേലും വേണോ? ജോണി, നീ കലയണ്ടേ. ഞാൻ പുറത്തു പോയി നിറയെ തിരി വാങ്ങിച്ചോണ്ടരാ. എന്റെ കാശില്ല. എന്റെ കയ്യിലുണ്ട്. താൻ എന്താ സംബന്ധമായി പറഞ്ഞത്? താൻ എങ്ങനെയാ പുറത്തു പോവുക? വെറുതെ കുളൂസ് അടിക്കാതെടോ. ബെറ്റുണ്ടോ? പന്തയമുണ്ടോ? ഉണ്ട്. ഞാൻ വരുന്നവരെ ആരും ഇതേപ്പറ്റി മിണ്ടരുത്. ഈ പൂ തരൂ. ഒന്നിന് പോയിട്ടു. അവൻ പോയിട്ടോ. കിടുപിടി. ഇത് ഞാൻ തരും. അരമണിക്കൂർ നിന്റെ ഉടുപ്പ് എനിക്ക് തന്നിട്ട് എന്റെ ബെഡിൽ കിടക്കണം. പുതച്ചു കിടന്നാ മതി, ആളറിയത്തില്ല. എന്നിട്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം അയ്യടാ പോയിട്ട് വരുമല്ലയോ? നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കോ. 10 വിലുവ കണ്ടാ നാരായണപിള്ള വരണ്ടോ എന്ന് ചോദിച്ചല്ലോടാ. ചുരുട്ടി കൈ വെച്ചോ, പണത്തണങ്ങുന്നു. നീ എന്റെ സ്വഭാവം മാറ്റരുത്. നിനക്കെടുത്താതെ പോടേ. നീ എന്നെ നശിപ്പിച്ച് കിടങ്ങുമല്ലേടാ. അരമണിക്കൂറിനകത്ത് വരുവോടെ? പോ. ഡ്രൈവർ, വണ്ടി നിർത്ത്. ഹോസ്പിറ്റലിലേക്ക് വിട്. താൻ 36 വഴി പോകുന്ന കണ്ടോ? ഏത് 36? ആ വിനോദ്. ഇല്ല. ഡ്രൈവർ, സിസ്റ്റർ. യെസ് ഡോക്ടർ. 36 അത് എവിടെന്ന്? ഞാനിവിടെ ഉണ്ട്.
ഓ അത് ശരി. അപ്പൊ ജോണിക്ക് മെഴുകുതിരി വാങ്ങാനാണ് പോയതല്ലേ? പാവല്ലേ ജോണി? അതെ, പക്ഷെ സൂക്ഷിക്കണം. ഇറങ്ങിപ്പോക്കെല്ലാം പിടിച്ചാൽ വലിയ കുഴപ്പല്ലേ? ആരോടും പറയല്ലേ. ഏയ്, ഞാൻ ആരോടും പറയില്ല. പക്ഷേ വിനു ഉപകാരം എന്ന് വെച്ച് ചെയ്യുന്നത് പലതും മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്നുള്ളത് മറക്കണ്ട. പൊക്കോളൂ. ദാ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, ഒരു ഉപകാരം ചെയ്യൂ. എന്താ വിനു? എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ. ഇല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? നിനക്കിതാര് തന്നോന്നാണ് ചോദിച്ചത്. ചോദിച്ചു കിട്ടണ പൊട്ട. അപ്പൊ ഈ മെഴുകുതിരി ഇവന്റെ കയ്യിൽ എങ്ങനെ വന്നു ഇവിടെ ആർക്കും അറിഞ്ഞൂടാ അല്ലേ? ആന്റണി, ദാത്ത് വെച്ചേക്കൂ. എന്നെ മെഴുകുതാ, 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 എന്നെ മെഴുകുതാ. എനിക്കെന്നെ മെഴുകുതാ, എനിക്കെന്നെ മെഴുകുതാ, എനിക്കെന്നെ മെഴുകുതാ. Stop it! Bring him to the shock room. യെസ് സർ. Leave, I said. എന്താ? എന്താ ഇവിടെ? ഹോസ്പിറ്റലിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല. മനസ്സിലായി. എനിക്ക് രോഗികളെ ചികിത്സിക്കാൻ അറിയില്ലെന്ന് തനിക്കൊരു ധാരണയുണ്ട് അല്ലേ? എന്നില്ല. ഞാൻ ഷോക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുവരാൻ പറഞ്ഞ രോഗിയെ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അതൊരു പഴയ കഥയാണ്. മേലേപ്പാട്ട് തറവാട്ടിലെ ബാല്യക്കാരി അമ്മുവിന്റെ മകൻ ഉണ്ണി ഡോക്ടർ ഉണ്ണികൃഷ്ണനായ കഥ. അന്നെനിക്ക് ഒരു ഡോക്ടറാകാനുള്ള പണം കൈനീട്ടി തന്നത് ഈ രോഗിയാണ്, എന്റെ വിനു. ജന്മിയുടെ മകനല്ലായിരുന്നു അവൻ, എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു, കൊച്ചനിയനായിരുന്നു. ഞാൻ അവന് ഉണ്ണിയേട്ടനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയേട്ടാന്നുള്ള വിളി കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഐ എം സോറി ഡോക്ടർ. എന്തിനാ ഇവിടെ ഈ മയക്ക് കെട്ടി വെച്ചിരിക്കുന്നത്? അത് അനൗൺസ് ചെയ്യാൻ.
ഇവിടെ പാട്ട് വയ്ക്കണം. യെസ്, ദാറ്റ്സ് എ വെരി ഗുഡ് സജഷൻ. 12 പേരുള്ള ഈ വാർഡിൽ 1 or 2 പേരുടെ ഇഷ്ടം നോക്കി പാട്ടും കൂത്തൊന്നും വെക്കാൻ പറ്റില്ല. സിസ്റ്റർ അമ്മ ഇതിന്റെ അകത്തൊരു ടേപ്പ് റെക്കോർഡറോ റേഡിയോ വെച്ച് നോക്കണം. അപ്പ അറിയാം സംഗീതത്തിന്റെ വില, അല്ലേ സ്വാമി? സംഗീതം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യങ്ങളുടെ ഉത്കൃഷ്ടമായ ഉൾപ്പുളങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. വി വാണ്ട് മ്യൂസിക്. എല്ലാരും ഒന്ന് കൈ നോക്കിയേ. മതിയോ? 4 കയ്യല്ലേ ആയുള്ളൂ, മിനിമം 7 കയ്യെങ്കിലും വേണം. ഇപ്പൊ തികഞ്ഞില്ലേ?